ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ കോമ്പിനേഷൻ കാണുമ്പോൾ എന്ന് നിങ്ങൾ മനസ്സിലാവുമായിരിക്കും. നമ്മൾ ഇന്ന് ക്രിസ്മസിന് കുഞ്ഞ് ഷോപ്പിങ്ങിന് പോവാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ വിപുലമായിട്ടൊന്നും ഉണ്ടെങ്കിലും ചില ക്രിസ്മസ് ആകുമ്പോൾ നമുക്കൊന്ന് അതൊക്കെ കാണണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വിൻഡോ ഷോപ്പിംഗ് പോലെ ഒരു ബ്ലോഗാണ്. നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ചാലയിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചാലയിലേക്കാണ് പോകുന്നത്. ചാലയിലോട്ട് ഈ ക്രിസ്മസ് ടൈമിലൊന്നും ഞാൻ പോയിട്ടില്ല. അവിടുത്തെ കളക്ഷൻ എന്താണെന്ന് പോലും അറിഞ്ഞൂട. അപ്പോൾ ഞങ്ങൾ ആ ബസ് മാറി പോകാൻ ബസ് കയറി ചാലയിൽ എത്തണം. അവിടെ സിമ്പിളായിട്ട് വീഡിയോ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി ഈസ്റ്റ് റോഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പം ചാലൈ മാർക്കറ്റിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷം ഞങ്ങൾ ലുലു മോളിൽ പോയിട്ടാണ് ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയത്. മോസ്റ്റ്ലി ഞാൻ ലുലു മോള്, സ്റ്റൈൽ പ്ലസ്, ഫെജി ഇവിടെയൊക്കെ പോയിട്ടാണ് ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ചാലൈ മാർക്കറ്റിൻ്റെ ഇതുവരെ ക്രിസ്മസ് ടൈമിനോ ഞാൻ പോയിട്ടില്ല. അവിടുത്തെ ക്രിസ്മസ് വൈബ് എങ്ങനെയായിരിക്കും, കളക്ഷനൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. കാര്യമായിട്ടൊന്നും ഇപ്പോൾ വാങ്ങുന്നില്ല. കഴിഞ്ഞ വർഷം വാങ്ങിച്ചതൊക്കെ സൂക്ഷിച്ച് അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിതായിപ്പം പത്മനാഭ തിയേറ്ററിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലേക്ക് പോവാണ്. ഈ വഴിയാണ് ചാലയിലേക്ക് പോകുന്നത്. മറ്റേ മെയിൻ വഴിയുണ്ട്, അവിടെ ഒരുപാട് റഷും കാര്യങ്ങളും ആണ്. അതുകൊണ്ടാണ് ഈ വഴി പോകുന്നത്. നമുക്കൊന്ന് ഓടി പോയിട്ട് വരാനുള്ള ദൂരമേ ഉള്ളൂ. പനങ്ങൾ തമ്മിൽ അത് പനങ്ങളിങ്ങനെ അറിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്ട്രീറ്റാണ്. ഈ ഒരു ചെറിയ വഴി കൂടെ എല്ലാ വണ്ടികളും പോവും. അപ്പോൾ നമ്മളത് നോക്കി വേണം പോവാൻ. ഞാൻ കൽക്കട്ട ന്യൂസിലെ ദിലീപിനെ പോലെ ക്യാമറയും കൊണ്ട് നടക്കുന്നതെന്നാണ് മിമിനി പറഞ്ഞിട്ട് ചിരിക്കുന്നത്. അപ്പോൾ നല്ല വെയിലും ചൂടും എന്നാലും ഉച്ച സമയത്താണ് നമ്മൾ പോയത്. അപ്പം ഇവിടെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ചാലയിലൊരു എൻട്രിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഒരുപാട് ഷോപ്പുകളാണ്. എല്ലാത്തരം ഷോപ്പുകളും ജ്വല്ലറി, എക്സ്ചേഞ്ച് ഷോപ്പ്, എല്ലാത്തിനും ഒരു ഷോപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടന്നിങ്ങനെ വന്നപ്പോഴത്തേക്കും കുറേ സ്റ്റാർ നോക്കിയിട്ട് ഒന്നൊരു സ്ഥലം കണ്ടു. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റാറിൻ്റെ അടുത്തൊന്ന് എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാറൊന്നും എനിക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ച് ഈ LED സ്റ്റാറുകൾ എനിക്കും എന്തോ അതിനൊന്നും ഇഷ്ടം തോന്നിയില്ല. ആ കടയിൽ കയറിയപ്പോൾ കളക്ഷൻ കുറവായിരുന്നു. ഇത് ഞങ്ങൾ ഈ ഒരു ഷോപ്പിലാണ് വന്നത്. ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം വേണ്ട കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ബോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോൾസിൻ്റെ പിന്നെ ഇങ്ങനത്തെ ബെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് സംഭവം ഇങ്ങനത്തെ വാങ്ങുമ്പോൾ ഇത് എൻ്റെ ക്രിസ്മസ് ട്രീ സംഭവം എൻ്റെ പിന്നെ ക്വാളിറ്റി സാധനങ്ങളൊന്നും തന്നെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച കാണിക്കില്ല. അങ്ങനെ ഒരു ഇറങ്ങുമ്പോൾ ഒരു സ്റ്റാർ നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അത് മാത്രം വാങ്ങിയിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, അതെല്ലാം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം വാങ്ങി. പ്രീമിയർ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കടയിൽ നിന്നാണ് ഞാൻ ആ സ്റ്റാർ വാങ്ങിയത്. അത് കഴിഞ്ഞ് അപ്പു എന്ന് പറയുന്ന ഒരു കടയിൽ കയറി അത് അടുത്ത സാധനങ്ങൾ കുറച്ച് ഞാൻ വാങ്ങിയത്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, എന്നാൽ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വേറെ ഒരു സ്ട്രീറ്റിലേക്ക് കടന്നിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ ചാലൈ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇഷ്ടം പോലെ കടങ്ങളുണ്ട്. അവിടുത്തെ കടങ്ങൾ ഈ സ്ട്രീറ്റിലാണുള്ളത്. പിന്നെ ഞങ്ങൾ വിശന്നപ്പോൾ ഒരു സമൂസയും ലൈം ജ്യൂസും കുടിക്കാൻ വേണ്ടി ഞങ്ങളൊരു ബേക്കറി ഏരിയയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചാലൈ മാർക്കറ്റിൽ നിന്ന് പുറത്ത് കടന്നു. സത്യം പറഞ്ഞാൽ അതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ദൈവമേ എന്തൊരു റിലീഫായിരുന്നെന്നറിയാമോ. അവിടെ ഈ വെയിലും ചൂടും പൊടിയുമാണ്. അതിന് തിരക്കുമായിട്ട് ഭയങ്കര ഒരു റഷായിരുന്നു. അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡ് ഇപ്പുറത്ത് വന്നപ്പോൾ ഗാന്ധി പാർക്ക് വഴി അപ്പുറത്ത് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. ഗാന്ധി പാർക്കിൽ എന്തോ പണി നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ അപ്പോഴത്തേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നെ നേരെ കാണുന്നതാണ് പത്മനാഭ തിയേറ്റർ.
ഈ പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കാതിൻ്റെ 2 സ്ക്രീനാക്കിയത്, ഒന്ന് ദേവിപ്രിയയും ഒന്ന് പത്മനാഭയും. അപ്പോൾ അവനിപ്പോൾ പുഷ്പ 2 മമ്മി ഹലോ മമ്മി എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നേരെ ഞങ്ങളിപ്പോൾ നടന്നു പോവാണ്. ആ കാണുന്ന ബ്രിഡ്ജ് കണ്ടു. ആ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് പൃഥ്വിരാജായിരുന്നു. കാരണം ഇപ്പുറത്തേന്ന് അപ്പുറത്തേക്ക് പോകാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രിഡ്ജ് വഴി അപ്പുറത്തേക്ക് ഇറങ്ങാം. പക്ഷേ ഈ ബ്രിഡ്ജ് ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ആൾക്കാരും ഇപ്പോൾ പഴയ പോലെ താഴെ റോഡ് വഴി ക്രോസ് ചെയ്തൊക്കെയാണ് പോകുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ ആവശ്യം എന്തിനാണെന്ന് തന്നെയാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ ഞാൻ ഈ ബ്രിഡ്ജ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കാരണം റോഡാണെങ്കിൽ നമ്മൾ മുറിച്ച് കടക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓടിയൊക്കെ പോയതിൻ്റെ ആവശ്യം വരും. ഇതാകുമ്പോൾ സമാധാനത്തിന് മടങ്ങ് പോകാം. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഇന്ന് അവർക്ക് വേണ്ടി അവിടെ ലിഫ്റ്റും തയ്യാറാണ്. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാൻ നമ്മുടെ നാട്ടുകാർക്ക് വയ്യ, അങ്ങ് മടിയാണിത് ഉപയോഗിക്കാൻ. ഞാനാണ് ഈ ലിഫ്റ്റ് കയറി മോളിൽ പോയി നടന്ന് താഴെ ഇറങ്ങി പോകും, എന്നെളുപ്പമാണ്. അപ്പോൾ നമ്മളിതായി പോയി ആ ഓട്ടയ്ക്കകത്തേക്കാണ് അങ്ങോട്ട് അത് പത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ. അപ്പോൾ നമ്മളിതാ മടങ്ങ് വന്ന ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് നിന്നായിരുന്നു നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. റാമ്പ് ഉള്ളവരാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഈ സ്ഥലം. ഈസ്റ്റ് ഫോർട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മളിപ്പോൾ കോട്ടയ്ക്കകത്തേക്ക് പോവാണ്. ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം ഇരിക്കുന്ന ഈ ഒരു സ്ട്രീറ്റിന് പറയുന്ന പേരാണ് കോട്ടയ്ക്കകം. അങ്ങനെ ഞങ്ങളിപ്പം അങ്ങോട്ടേക്ക് മറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു കുളത്തിൻ്റെ പത്മതീർത്ഥ കുളത്തിൻ്റെ അടുത്ത് സൈഡിൽ കൂടെ മടന്ന് പോവാണ്. ഈ കാണുന്ന ആന ഈ ഇടയ്ക്ക് ഇവിടെ റോഡ് പണി വന്നപ്പോൾ കുഴിച്ച സമയത്ത് മണ്ണിനടിയിൽ ഇട്ടിയതാണ്. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ എന്തോ പഴക്കമുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പം അതിനുശേഷം ഈ ആന ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അന്ന് ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ സൈഡിൽ നിന്ന് ഫുൾ ആനകളാണ്. ബാഗ്, ചെരുപ്പ്, മറ്റ് കമ്മൽ, മാല, മുണ്ട് എല്ലാം ഉണ്ട്. എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. അപ്പം ഇങ്ങനെ വന്ന് വാങ്ങുന്നവർക്ക് വാങ്ങാം. നല്ല നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ട്രിവാൻഡ്രം ഒരു സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് പണ്ടൊരു തമിഴ് കൾച്ചറിന് നിലനിൽക്കുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇഷ്ടം പോലെ അമ്പലങ്ങളും മുക്കിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലായിരിക്കും. കാരണം ഒരു തമിഴ് കൾച്ചർ മുഴുവനുള്ളത് കൊണ്ട് തമിഴിൻ്റെ ഒരു എല്ലാം ഇറങ്ങിയിട്ടുള്ള സിറ്റിയാണിത്. ഇതിപ്പോൾ ഒരു നാഗത്തറയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്ന് നിൽപ്പുള്ളൂ. ഞങ്ങളുടെ മെയിൻ സ്പോട്ടാണ് ഈ സ്ഥലം. എപ്പോഴും ഫോട്ടോസ് വന്നിരിക്കുന്ന സ്ഥലമാണ്. പുറത്തുള്ളവർക്ക് ട്രിവാൻഡ്രത്തിൻ്റെ പുറത്തുള്ളവർക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് പത്മതീർത്ഥ കുളം. 2000 ഇത് വറ്റിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുതിയ വെള്ളം ഇട്ടേക്കാണ്. അല്ലെങ്കിൽ നമ്മൾ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇഷ്ടം പോലെ മീനുകൾ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ മീനുകളൊന്നും കാണുന്നില്ല. അപ്പുറത്ത് നിന്ന് ഒരു ബൗളിൽ പൊരി വാങ്ങാൻ കിട്ടും. ആ പൊരി വാങ്ങിച്ച് ഈ മീനുകൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ടവറുണ്ട്. ആ ടവറിലാണ് നമ്മുടെ മേത്തമ്മണി കാണുന്നത്. അപ്പോൾ ഈ മേത്തമ്മണി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ആ കാണുന്ന ഒരു ടവറുണ്ട്, അതിനൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിനെയാണ് മേത്തമ്മണി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കുറേ നേരം ഇങ്ങനെ നിൽക്കും. ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഫേസ് എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം. എപ്പോഴും ഇതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എന്തുമാത്രം സ്വർണ്ണമാണ് അതിൻ്റെ നിൽക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. അതൊക്കെ ഒരു വൈബ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ രാമചന്ദ്രയ്ക്കകത്തൊക്കെ പോയി അവിടെ നിന്ന് മീൻ എടുക്കാനേ പറ്റത്തില്ല, അത്രയും തിരക്കാണ്. അപ്പോൾ എനിക്ക് വെള്ളം താഴ്ക്കുന്നെന്ന് പറഞ്ഞിട്ട് അവളൊരു ലൈം ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിയില്ല, എനിക്ക് ദാഹമൊന്നും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ ശ്രീ വിനായക ഹോൾസെയിൽസ് എന്ന് പറയുന്ന ഇവർ ആന വന്നിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇവിടെ ഈ അങ്കിൾ നമ്മളെപ്പോൾ പോയാലും ഞങ്ങൾക്ക് സാമ്പിളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തരും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്. നല്ല പലഹാരങ്ങളാണ്. ഞാൻ അവിടെ നിന്ന് ഒരു പൊട്ടറ്റോ ചിപ്സ് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ ഈ കടയിൽ പോയി വാങ്ങാം. അത് അത്രയ്ക്കും നല്ലൊരു റേറ്റാണ്. ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളാണ്. അങ്ങനെ ഞാൻ തിരിച്ച് ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. എൻ്റെ കോലം കണ്ട് എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. അത്രയ്ക്ക് ടയേർഡായിപ്പോയി. ഞാനത് വന്നപ്പോൾ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് അനന്തരം കിട്ടി.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് എല്ലാവരും ഇടണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.